Okay guys, screen recording is on. Okay guys, ഇതിങ്ങനെയാണല്ലേ പോകുന്നത്. ഇവിടെ ഹിൽ ക്ലൈംബ് റേസിംഗ് എവിടെ ഗൈസ്? എച്ചോടെ ഗൈസ് എച്ച് ഇതാ ഷോ. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ എച്ച് അതാ കിടക്കുന്ന ഹിൽ ക്ലൈംബ് റേസിംഗ്. ആൻഡ് ഗൈസ്, ഇന്ന് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ ഇച്ചിരി ലോങ് വീഡിയോ എടുക്കാനും സാധ്യതയുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു, ഈ കീബോർഡിലും മൗസിലും കളിക്കുമ്പോൾ. ആൻഡ് ഗൈസ്, പരസ്യം വന്ന ഡോണ്ട് മൈൻഡ് പ്ലീസ്. സ്റ്റാർട്ട് ഗൈസ്. ഇത് ഒരുപാട് RPM കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഈ ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ കൂടിയാൽ കുഴപ്പമില്ല, പിന്നെ ആ ഫ്ലോയിലങ്ങ് പോയിക്കോളും ഗൈസ്. ആൻഡ് ഗൈസ്, ഇത് കഴിഞ്ഞത്ര കൂടിയാണ്ടോ ഒക്കെ നോക്കണം. എയർ ടൈം ഇച്ചിരി കിട്ടി. ഓക്കെ ഗൈസ്, ഫ്ലിപ്പ് ഗൈസ്. തലൊന്നും എന്താണ് ഗൈസ്, എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ. ആൻഡ് ഗൈസ്, ഫോണായിട്ട് പതിയെ കുറച്ച് ഗ്യാസ് കൊടുത്താൽ മതി. എൻ്റെ ഓവറായിട്ട് ഗ്യാസ് കൊടുത്താൽ പണി പാളും ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഞാൻ ഇറക്കത്തിൽ ഇച്ചിരി കുറച്ച് കൂടുതൽ ഗ്യാസ് കൊടുക്കാൻ കുഴപ്പമില്ല, കാരണം അതൊരു ഫ്ലോയിലങ്ങ് പോയി പോകും. അതിൻ്റെ ഇറങ്ങുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം. ഫ്ലിപ്പ് 450 രൂപ. കം ഓൺ, അപ്പം തന്നെ തലയൊടിയാണായിരുന്നു. നല്ല പൈസ കിട്ടുന്നുണ്ട് ഗൈസ് ഇപ്പോൾ. ഇത് ഈ ഹിൽ ക്ലൈംബ് റേസിംഗ് ഇതിൻ്റെ ക്രിയേറ്റർ തുടങ്ങിയപ്പോൾ മറ്റേ ഭയങ്കര നഷ്ടത്തിലെന്തായിരുന്നു, കാരണം ഇത് ആർക്കും അധികം കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് അവരിപ്പോൾ ഇച്ചിരി ഈസി ആക്കി. ഗൈസ്, ഇത് എൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഗൈസ്. ഞാൻ വേറെ മമ്മി എന്തൊന്നും മിണ്ടാണ്ടിരിക്കേ ഗൈസ്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. എൻ്റെ അമ്മയായിരുന്നു ഗൈസ്. എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്. ആൻഡ് ഗൈസ്, ഇന്ന് ഇത്രയും ഫാസ്റ്റായിട്ട് വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ചേച്ചി ഇന്ന് നേരത്തെ വന്നു ഗൈസ്. ആൻഡ് നിങ്ങൾക്കറിയാമോ ഗൈസ്, എനിക്കറിയാമെന്ന് എനിക്കറിയില്ല, അതായത് ഞാനിപ്പോൾ ഒരു ഗെയിമിംഗ് റൂം കയറി സെറ്റപ്പ് ചെയ്തു. ഇച്ചിരി അതിന് കഴിഞ്ഞത്ര ഷോർട്ട് എടുക്കും ചിലപ്പോൾ. യെസ്, ആൻഡ് എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോട്ടെ, സ്പീഡ് പോട്ടെ പാപ്പ. ഗൈസ്, മര്യാദയ്ക്ക് വേറെ ആരെങ്കിലും ഇട്ടുകൂടായിരുന്നു അതിലെ ആളെ. ഒരുമാതിരി പക്കം തൂങ്ങിയ പോലെയാണ് ഓടിക്കുന്നത്. എയർ ടൈം കുറച്ച് കിട്ടിയാൽ ഗൈസ്. എൻ്റെ മൗസിൻ്റെ വണ്ടികളൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കീബോർഡിൽ കഴിയാം. എന്ന് വെച്ചാൽ കീബോർഡിൻ്റെ മൗസിൻ്റെ രണ്ട് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് കുറച്ചും കൂടി സ്പീഡ് പോകുന്ന ഇതിലാണ്. ഗൈസ്, ഒടിഞ്ഞിട്ടുണ്ട്.
ഫ്ലിപ്പ് ചെയ്തോളേ. നീ പൊളിയാണ് മോനെ, പൊളിയാ. അവന്റെ കഴുത്തൊടിഞ്ഞിട്ടാണ് അവന്റെ എന്താണ് ഞാനിങ്ങനൊക്കെ പറയാ. ഇതില് എയർ ടൈം കിട്ടാൻ കുറെ സാധ്യതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മൗസിനൊക്കെ ഇതില് നല്ല എളുപ്പം പോകുന്നുണ്ടെന്നാണ്. പണിപാളി ഒരു ഫ്ലിപ്പ്. ഗൈസ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്, ഈ പരസ്യം കാരണം, ഈ ഒരേ ഒരു പരസ്യം കാരണം. ഇത് ഒറ്റ കള ഇതെടുത്ത് ഒറ്റ എറിയും. ഓ ഇതിങ്ങനെ എടുത്ത് കളയണം ഗൈസ്. എനിക്ക് ദേഷ്യം. ഓക്കെ ഗൈസ്. ആൻഡ് ഇപ്പോൾ തന്നെ 6 മിനിറ്റായി. ഞാനിത് മിക്കവാറും ഒരു 15-16 മിനിറ്റ് കളിക്കും. കാരണം ഐ ലൈക്ക് ദിസ് വൺ. ബട്ട് ഇതിലായിട്ട് ഇത്തിരി ബാക്കിലോട്ട് പോവുക. ആൻഡ് ഗൈസ് എയർ ടൈം. ഓക്കെ ഗൈസ്. പോട്ട ഗൈസ്, നിങ്ങൾ ആ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അത് ഏത് സിനിമയിലാണെന്ന് എനിക്കറിയില്ല. മറ്റേ ഇതുണ്ടല്ലോ ഗൈസ്, ആടിലേക്കാണ് തോന്നുന്നു. ആട് 3-ലേക്ക് വിടുകയാണ്. അതെ, പോട്ടെ മോനെ പോട്ടെ. റെക്കോർഡായി എന്റെ കഴുത്ത് ഇവിടെ വെച്ച് തന്നെ കാണിക്കണമായിരുന്നു. പൊട്ട ഇവനൊക്കെ എന്ത് ചെയ്യാൻ? തലമൺ ഞാൻ പറയുന്നില്ല ഗൈസ്, പറഞ്ഞാൽ കൂടിപ്പോകും ഗൈസ്. ആകെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയെല്ലാം 9,000 16,000 എന്താ ചെയ്യുക? എല്ലാം ഉണ്ടാക്കെടുത്ത് പോട്ടെ പാപ്പ. ഒരു ഫിറ്റ് അത് പോയി പൊട്ടും പോകാൻ പറ്റും. ബോണസ് റെഡി. പോട്ടെ. നല്ല സ്പീഡ് കൊടുത്താൽ നല്ല പടയും കണ്ടുപോകും. ഇവിടെയൊക്കെ കുടുങ്ങിയ പിന്നെ പോയതാണ്. കുടുങ്ങി. തീർന്നു. എനിക്ക് 4 ശിവന്മാരെ കാണിച്ചു കൊടുക്കുന്നു. ഇത് പിന്നെയും കുഴപ്പമില്ല ഗൈസ്. ആക്ച്വലി ഞാനൊരു മെസ്സി ഫാൻ ആണെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. ആക്ച്വലി ഞാനൊരു മെസ്സി ഫാൻ ആണെങ്കിലും തുടങ്ങി.
അത് കളഞ്ഞു ഗൈസ്. ആൻഡ് ഇതിപ്പോ 10 മിനിറ്റ് ഇപ്പൊ തന്നെ ആയി. ആൻഡ് ഗൈസ് നിങ്ങൾ കാരണം എനിക്ക് 73 സബ്സ്ക്രൈബേഴ്സ് ആയി. കൂടിയുള്ളൂ 4 പെട്ടെന്ന് ഇത്ര ആയില്ലേ. ആൻഡ് ഗൈസ് ആദ്യം എൻ്റെ ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞു ഗൈസ്. പക്ഷെ എൻ്റെ ചേച്ചി ഇതിപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എന്നെ പറഞ്ഞാൽ മറ്റേ ചേച്ചി ചെയ്യാനിരുന്ന കണ്ടന്റ് ഏതാണെന്ന് നമുക്കറിയാം ഗൈസ്. നിങ്ങൾക്കറിയാം, അതായത് അപ്പോൾ ഇതുണ്ടല്ലോ വീട്ടിൽ പോയ സാധനങ്ങൾ അതൊക്കെ കുറിച്ച് പറയില്ല. അതാണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ ഗൈസ്, ചേച്ചിക്ക് ഒരു താല്പര്യം വേണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കൈമാറിയേ. എൻ്റെ ചേച്ചി തുടങ്ങാമെന്ന് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആൻഡ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇത് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഗെയിമിംഗ് റൂമല്ല ആക്ച്വലി ഇതൊരു മറ്റേ എന്താ പറയുക 5 പീസിൻ്റെ ഒരു പകുതി അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു റൂമിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അതായത് ഒരു റൂമിൻ്റെ അകത്ത് ഒരു കോർണറിലാണ് എൻ്റെ ഗെയിമിംഗ് റൂം. ആൻഡ് ഗൈസ് ഈ മൗസിന് ഇതൊന്നും നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഗൈസ്. ഞാൻ ഏകദേശം ഒരാഴ്ച ആവാൻ പോകുന്നു ഗൈസ് ചാർജ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗൈസ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിച്ചോ ഗൈസ്. ഇതിൻ്റെ വിലയിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലെ ഗോഡ്സ് ഇല്ല ഗൈസ്, അത് തുടങ്ങി. അത് കാരണം നല്ല വിലക്കുറവിന് കിട്ടും. സോ വെറുതെ വെയിറ്റ് ചെയ്യണ്ട ഇനി വില കുറയാൻ. കാരണം ഇത് ഒന്നാമത് ഗോഡ്സയിലാണ് ഗൈസ്. ഒന്നാമത്തെ ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് അതും പോലെ ഇത്ര ഓഫറിൽ കിട്ടുകയെന്നൊക്കെ വെച്ചാൽ ഭാഗ്യം. മുമ്പ് ഞാൻ 1000 മീറ്റർ ആകുമ്പോൾ ഇതിലെത്തി. ഒരു ഫ്ലിപ്പ് വന്നു. ₹1000 കിട്ടി ഗൈസ്. എന്നെക്കൊണ്ട് എല്ലാം പോട്ടെ ഗൈസ്. 13 മിനിറ്റ് റെക്കോർഡ്. ആൻഡ് ഗൈസ് ഇതൊരു 15 മിനിറ്റ് കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാനിട്ടതിന് ശേഷം ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഗെയിമിംഗ് റൂം കാണിച്ചത്. ആൻഡ് ഗൈസ് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണിച്ചു തരില്ല. കാരണം ചില സ്ഥലങ്ങളൊക്കെ അലങ്കോലമായിട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ഫ്ലിപ്പ് മോനെ ഫ്ലിപ്പ് പ്ലീസ്. അലങ്കോലം മീൻസ് അത്ര അലങ്കോലമൊന്നുമല്ല, പക്ഷെ ചെറുതായിട്ട് എന്തോ എവിടെയോ പാളിച്ചുണ്ട്. ആൻഡ് ഗൈസ് ഇനി അടുത്തത് ഹോം ടൂർ വേണം ഗൈസ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഹോം ടൂർ എന്ന് വെച്ചാൽ അധികം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ചേച്ചിൻ്റെ ഓഫീസ് കാണിച്ചാണില്ല, അതേപോലെ ഒരു ചെറിയ ഷോർട്ടായിരിക്കും. ആൻഡ് ഗൈസ് ഐ ആം വെരി ഹാപ്പി ബിക്കോസ് നാളെ റെഡ് അലേർട്ട് ഉണ്ട്. എനിക്ക് ആക്ച്വലി നാളെ ശരിക്കും പോണ്ട, പക്ഷേ ഇതിപ്പോൾ നാളെ റെഡ് അലേർട്ട് ഉണ്ടോയെന്ന് അറിയില്ല, ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ റെഡ് അലേർട്ട് ഉണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച കൂടി റെഡ് അലേർട്ട് ആയ പിന്നെ വീഡിയോ നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ വരുന്നത്.
പ്രോബ്ലം ഉണ്ട്. തിങ്കളാഴ്ച എനിക്ക് യൂണിറ്റ് ടെസ്റ്റാണ്. ആൻഡ് ഗൈസ് യൂണിറ്റ് ടെസ്റ്റിന് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യമുള്ളൂ. കാരണം ഒന്നാമത് തന്നെ സിമ്പിളാണ്. പിന്നെ ആകുമ്പോൾ രണ്ട് ഗൈസ് എൻ്റെ സ്റ്റഡിങ് ടൈമും ഗെയിമിങ് ടൈമും രണ്ട് വേറെയാണ്. ഗെയിമിങ് ടൈം ഒന്നുകിൽ വൈകിട്ടാണ് വീഡിയോ എടുക്കുക, അതല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ രാത്രി 9 മണിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡിങ് ടൈം 7 മുതൽ 9 മണി വരെയാണെങ്കിൽ. ആൻഡ് ഗൈസ് എനിക്ക് രണ്ടാമത് ഹിന്ദിയാണ്. അപ്പം അന്ന് ചിലപ്പോൾ വീഡിയോ കാണാൻ സാധ്യതയില്ല. കാരണം ഹിന്ദിയാണ് എൻ്റെ ഹാർഡസ്റ്റ് സബ്ജക്റ്റ്. അതുകൊണ്ട് അന്ന് ഞാൻ മിക്കവാറും നല്ല പഠിപ്പിനെ പോലെ സാധ്യത കൂടുതലാണ്. ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോട്ടെ 16 മിനിറ്റായി ഈ ഒരു ടവറിൻ്റെ അവസ്ഥ എത്രയും പോലെ അവസ്ഥ. ആൻഡ് ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Stay tuned for tomorrow's video and today's short. Bye guys.